Hi, good morning everyone. This is Lakshmi with you in OBG Nursing classes. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാൽ പൊസിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. മാൽ പൊസിഷൻസും ഉണ്ട്, മാൽ പ്രസന്റേഷൻസും ഉണ്ട്. നോർമലി നമ്മൾ പറഞ്ഞു ഒരു ലേബർ പ്രോസസ്സിൽ യൂഷ്വലി കാണുന്ന ബേബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് LOA ആണ്, അതായത് ലെഫ്റ്റ് ഓക്സിപിറ്റോ ആന്റീരിയർ ആണ് നമ്മൾ സാധാരണ കാണുന്ന പൊസിഷൻ. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഈ കുഞ്ഞ് പല കാരണങ്ങളും കൊണ്ട് എന്ത് ചെയ്യും, വേറെ ചില പൊസിഷൻസ് അസ്യൂം ചെയ്യും. സോ നമ്മുടെ ഡെലിവറിക്ക് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ചില അസിസ്റ്റഡ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. സോ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. മാൽ പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ബേബിയുടെ ഓൾറെഡി ലൈക്ക് സെഫാലിക് പൊസിഷൻസ്, സെഫാലിക് പ്രസന്റേഷനിൽ തന്നെ അത് LOA ആകാതെ LOPയോ ROPയോ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് അങ്ങനെയൊക്കെ മാറും. മാൽ പ്രസന്റേഷൻസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെഫാലിക്കിൽ വെർട്ടെക്സ് പ്രസന്റേഷനിലാണ് ബേബി വരിക എന്നുള്ളത്. പക്ഷെ ചില സമയത്ത് ബ്രീച്ച് ആകാം, അതുപോലെ ഈ സെഫാലിക് പ്രസന്റേഷനിൽ തന്നെ ഫേസ് ആകാം അല്ലെങ്കിൽ ബ്രോയ് ആകാം, അങ്ങനെയൊക്കെ നമുക്ക് പ്രസന്റേഷൻസ് വരും. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ നോർമൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് പ്രസന്റേഷൻ ആണ്. മാൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എനി പ്രസന്റേഷൻ ഓഫ് ദ ഫീറ്റസ് അതർ ദാൻ വെർട്ടെക്സ് ഈസ് നോൺ ആസ് മാൽ പ്രസന്റേഷൻ. ഈ വെർട്ടെക്സ് അല്ല, നമ്മൾ പറഞ്ഞു നമ്മുടെ വെർട്ടെക്സ് ഭാഗം അല്ലെ. സോ വെർട്ടെക്സ് അല്ലാതെ വേറെ ഏത് പ്രസന്റേഷൻസ് ബേബി കാണിച്ചാലും നമ്മൾ അതിനെ മാൽ പ്രസന്റേഷൻസ് എന്നാണ് പറയുക. ഒന്നുകിൽ അത് ബ്രോയ് ആകാം, അല്ലെങ്കിൽ ഫേസ് ആകാം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ബ്രീച്ച്, ബേബിയുടെ ബട്ടക്സ് ആയിരിക്കാം പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോൾഡർ ആകാം, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് വിൽ ബി കോമ്പൗണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് പ്രസന്റിംഗ് പാർട്ടായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പൊസിഷനും അല്ലെ. വെർട്ടെക്സ് പ്രസന്റേഷനിൽ ഏറ്റവും കൂടുതലും നമ്മൾ ഓക്സിപിറ്റോ ആന്റീരിയർ ആണ് പഠിക്കുക, അല്ലെങ്കിൽ ഓക്സിപിറ്റോ ട്രാൻസ്വേഴ്സ്. ഇത് രണ്ടുമാണെങ്കിലും നമുക്ക് ഡെലിവറിക്ക് വലിയ പ്രശ്നങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതായത് കുഞ്ഞിന്റെ ഓക്സിപിറ്റ് എവിടെയായിരിക്കും, ആന്റീരിയറിലായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്, അതായത് പെൽവിസിന്റെ ഫ്രണ്ട് ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഓക്സിപിറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഇതല്ലാതെ ഓക്സിപിറ്റ് നേരെ ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ പെൽവിസിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഓക്സിപിറ്റ്, കുഞ്ഞിന്റെ ഓക്സിപിറ്റ് ഫേസ് ചെയ്തിരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ മാൽ പൊസിഷൻസിൽ നമ്മൾ പെടുത്തും. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാൽ പൊസിഷൻ കാണുന്നത് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ, അതായത് ഓക്സിപിറ്റ് നേരെ പോയി നമ്മുടെ പോസ്റ്റീരിയർ പൊസിഷനിൽ, നമ്മുടെ സേക്രത്തിനോട് ചേർന്നിരിക്കുന്ന പൊസിഷനിലിരിക്കും. സോ അതിനെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിൻ ആയിട്ട്, കാരണം എല്ലാ പൊസിഷൻസും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ ആണ് പഠിക്കുന്നത്. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പെൽവിസ്. ഓക്കെ, ഇത് പെൽവിസിന്റെ സേക്രം, നമ്മുടെ ബോണിനോമിനേറ്റ് ബോണ്, നമ്മുടെ സിംഫൈസിസ് പ്യൂബിസ്. സോ ഇവിടേക്ക് കുഞ്ഞിന്റെ ഓക്സിപിറ്റ് ഇരിക്കുമ്പോൾ, അതായത് കുഞ്ഞിന്റെ ബാക്ക് സൈഡ്, തലയുടെ പുറത്തെ ഭാഗം ഇതിനോട് ചേർന്ന ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഓക്സിപിറ്റോ പോസ്റ്റീരിയർ. അപ്പോഴേ ഓർത്തണം കുഞ്ഞിന്റെ ബാക്ക് ഭാഗം എവിടെയാണ്, പോസ്റ്റീരിയർ സൈഡിലേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി റൈറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഓക്സിപിറ്റ് ഡയറക്ട്ലി അങ്ങ് ബാക്കിലോട്ട് പോകാതെ കുഞ്ഞിരിക്കുന്നത് ഈ ഒരു ലൈനിലാണ്, ഇങ്ങനെയായിരിക്കും. ഇത് കുഞ്ഞിന്റെ തലയുടെ പുറം ഭാഗം, ഈ റൈറ്റ് സേക്രോ ഇലിയാക് ജോയിന്റ്, ഇത് പെൽവിസിന്റെ റൈറ്റ് സൈഡ് ആണ്. സോ റൈറ്റ് സേക്രോ ഇലിയാക് ജോയിന്റിലായിരിക്കും കുഞ്ഞിന്റെ ഓക്സിപിറ്റ് ഇരിക്കുക. LOP എന്ന് പറയുമ്പോഴോ കുഞ്ഞിന്റെ ഓക്സിപിറ്റ് ഏതിലായിരിക്കും ഇരിക്കുക, ലെഫ്റ്റ് സേക്രോ ഇലിയാക് ജോയിന്റിലായിരിക്കും കുഞ്ഞിന്റെ ഓക്സിപിറ്റ് പ്ലേസ് ചെയ്തിരിക്കുക. ഇനി ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിപിറ്റ് ഒന്നിൽ റൈറ്റ് സൈഡിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്വേഴ്സ്. ഓക്സിപിറ്റോ ആന്റീരിയർ എന്ന് പറഞ്ഞാലോ നമ്മുടെ കുഞ്ഞിന്റെ ഓക്സിപിറ്റ് നേരെ നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ അങ്ങോട്ട് തിരിഞ്ഞായിട്ട് ഇരിക്കുന്നത്, അതായത് കുഞ്ഞിന്റെ മുഖം എങ്ങോട്ടായിരിക്കും അപ്പൊ ഇരിക്കുക, അങ്ങോട്ട് അമ്മയുടെ സേക്രത്തിനെ നോക്കി പുറത്തോട്ടായിരിക്കും ഇരിക്കുക. സോ അതിനെയാണ് നമ്മൾ ഓക്സിപിറ്റോ ആന്റീരിയർ എന്ന് പറയുന്നത്. LOA എന്ന് പറഞ്ഞാൽ ഓക്സിപിറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട്, നമ്മുടെ പെൽവിസിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട്, ഈ ഇലിയോപ്യൂബിക് എമിനൻസ് ഉണ്ടല്ലോ ഇവിടോട്ട് ഒരു ചെറുതായിട്ട് ചരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അതിനെ ലെഫ്റ്റ് ഓക്സിപിറ്റോ ആന്റീരിയർ എന്ന് പറയും. റൈറ്റ് സൈഡിലോട്ടാണ് ഇച്ചിരി ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ROA, റൈറ്റ് ഓക്സിപിറ്റോ ആന്റീരിയർ എന്ന് പറയും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ, മെയിൻലി റൈറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇൻ എ വെർട്ടെക്സ് പ്രസന്റേഷൻ where the occiput lies over the sacroiliac joint, ഈ രണ്ട് വളവുകളുണ്ടോ, ഇതാണ് നമ്മുടെ ജോയിന്റ്, sacroiliac joint, or directly over the sacrum. ഒന്നുകിൽ ജോയിന്റ്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ സേക്രത്തിന്റെ മുന്നിലോ ആണെങ്കിൽ നമ്മൾ അതിനെ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ നമ്മൾ പറയും. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൊലോങ്ഡ് ലേബർ ഇൻ വെർട്ടെക്സ് പ്രസന്റേഷൻ. വെർട്ടെക്സ് പ്രസന്റേഷനിൽ
ലേബർ പ്രൊലോങ് ചെയ്ത് നിൽക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ. കുഞ്ഞിന് തന്നെ കൺഫ്യൂഷനാണ് എങ്ങോട്ടാണ് തിരിഞ്ഞു പോയി ഡെലിവറിക്ക് വരേണ്ടതെന്നുള്ളത്. ഡയറക്റ്റ് ഓക്സിപിറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിപിറ്റിന്റെ തൊട്ട് മുന്നിലും, റൈറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ സേക്രോ ഇലിയാക് ജോയിന്റ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സോ നമ്മൾ ഈ പടം കാണുമ്പോൾ അവിടുന്ന് ഒരു അമ്മ നിൽക്കുന്നതായിട്ട് നോക്കിയിട്ട്, നമ്മൾ എപ്പോഴും പെൽവിസ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, പെൽവിസിനെ നമ്മൾ വജൈനലി നോക്കുന്ന ഒരു പൊസിഷനും നിങ്ങൾക്ക് ഫോട്ടോസിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സിൽ കാണാനായിട്ട് പറ്റും. അല്ലാത്ത ബാക്കി എല്ലാ പെൽവിസും നിങ്ങൾ ഒരു അമ്മയെ അങ്ങോട്ട് നോക്കുന്നതായിട്ട്, അതായത് അവിടുന്ന് ഒരു പെൽവിസ് ഇങ്ങോട്ട് നമ്മളെ നോക്കി, അല്ലാതെ ഒരിക്കലും നമ്മുടെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പെൽവിസിൽ വെച്ച് അസ്യൂം ചെയ്ത് ലെഫ്റ്റും റൈറ്റും പഠിക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും അവിടുന്ന് ഒരാൾ നിൽക്കുന്നു, ആ ആളുടെ പെൽവിസിന്റെ, അപ്പൊ ഇത് അവിടുന്ന് ഒരാൾ നിൽക്കുവാണ് അല്ലെ. അപ്പൊ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇതാണ് അവരുടെ റൈറ്റ് സൈഡ്, നമ്മൾ അവരെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും, ഇതാണെങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആ റൈറ്റ് സേക്രോ ഇലിയാക് ജോയിന്റിലേക്ക് ഓക്സിപിറ്റ് വരുമ്പോഴാണ് ROP, ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ LOP എന്ന് പറയുന്നത്. ഈ കുഞ്ഞ് കിടക്കുന്നുണ്ടോ, റൈറ്റ് ഇങ്ങോട്ടാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. അപ്പൊ ബാക്ക് ഒക്കെ എവിടെ പോയി, നമുക്ക് ബാക്ക് ഒക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ യൂട്രസ് നമ്മൾ അബ്ഡോമിനൽ പാൽപേഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ബാക്ക് കിട്ടുമോ കറക്റ്റ് ആയിട്ട്? ഇല്ല. കാരണം എന്താ, ബാക്ക് അങ്ങ് പുറകില ഫ്ലാങ്ക് ഏരിയയിലോട്ടാണ് പോയേക്കുന്നത് അല്ലെ. കുഞ്ഞിന്റെ ഫ്രണ്ട് ഭാഗമാണ്, ലിംസിന്റെ ഏരിയ ആണ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മുഴച്ചിങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. ഇൻസിഡൻസ്, ദിസ് occipital posterior, it can happen in almost about 10% of all pregnancy. ആൻഡ് ഇതിൽ തന്നെ ROP ആണ് നമ്മൾ ഏറ്റവും, റൈറ്റ് ഓക്സിപിറ്റോ ആണ് LOP യെക്കാട്ടിലും ഓൾമോസ്റ്റ് 5 times കൂടി നിൽക്കുന്നത്. സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ROP ആയിരിക്കും പഠിക്കുക. എറ്റിയോളജി, ഇറ്റ്സ് മെയിൻലി സീൻ ഇൻ ആന്ത്രപ്പോയിഡ് ഓർ ആൻഡ്രോയിഡ് പെൽവിസ്. നമ്മൾ പെൽവിസിന്റെ ടൈപ്സ് പഠിച്ചപ്പോൾ ആന്ത്രപ്പോയിഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മെയിൽ പെൽവിസിനെ പറ്റിയൊക്കെ പഠിച്ചാൽ, സോ ആ സമയത്താണ് കൂടുതലായിട്ടും നമുക്ക് OP പൊസിഷനിലേക്ക് ബേബി പോകാനുള്ള ചാൻസ്. ഡീഫ്ലെക്സ്ഡ് ഫീറ്റൽ ഹെഡ്, അതായത് ഹൈ പെൽവിക് ഇൻക്ലിനേഷൻ, നമ്മൾ പെൽവിക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒക്കെ പഠിച്ചു. സോ ഹൈ പെൽവിക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പെൽവിസ് ആണെങ്കിൽ കുഞ്ഞിന്റെ ഹെഡിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല. സോ ഡീഫ്ലെക്സ്ഡ് ഹെഡ് ആണെങ്കിലും ദാറ്റ് ക്യാൻ ഓൾസോ ഫേവർ OP പൊസിഷൻ. ദെൻ ആന്റീരിയർ ഇൻസേർഷൻ ഓഫ് ദ പ്ലാസെന്റ, നമ്മുടെ പ്ലാസെന്റ ആന്റീരിയർ സൈഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കുഞ്ഞ് സ്വാഭാവികമായിട്ടും പോസ്റ്റീരിയറിൽ പോയി ഇരിക്കും. ആൻഡ് ബാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഫേവേഴ്സ് OP പൊസിഷൻ, അതായത് കുഞ്ഞിന്റെ ബാക്ക് കൂടുതലായിട്ടും റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അതും എന്താണ്, കുഞ്ഞ് അവിടെ തന്നെ അങ്ങ് OP പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ.